ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആടുജീവിതത്തിൽ ഡ്രോയിങ് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് അത്യാവശ്യം ഒരു വ്യൂ വരുന്നതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ചെയ്യാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ചെയ്യുന്ന ഒരു ഡ്രോയിങ് ആണ്. അപ്പം ഈ ഒരു ഫോട്ടോ കിട്ടിയപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് തോന്നി. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ ഈ ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് ഇതുവരെ ചെയ്യണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് ഔട്ട്ലൈൻ ചെയ്യുക. അപ്പം നമ്മൾ ഈ ഒരു പാർട്ടിൽ ഔട്ട്ലൈൻ മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ പാർട്ടും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം ഓരോ വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ വരച്ച് നോക്കുക. ഈ ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം പാർട്ട് 2 ആയിട്ട് ഹെയർ ഡ്രോയിങ്ങോ അല്ലെങ്കിൽ ഫേസ് ഷെയ്ഡിങ്ങോ ഒക്കെ ആയിരിക്കും ചെയ്യാറ്. അപ്പം ഓരോ വീഡിയോസും കാണുക. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ ചോദിക്കാവുന്നതാണ്. അപ്പം മെസ്സേജായിട്ട് ചോദിക്കുന്ന ഇൻസ്റ്റാഗ്രാം ഞാൻ ചാനൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. അപ്പം ഡ്രോയിങ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങളിത് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഫേസ് വരച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സാധാരണ ഗ്ലിറ്റ് ഇട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസിൽ കുറച്ച്, അതായത് നമുക്ക് ഫേസ് മാത്രം കുറച്ച് നല്ല രീതിയിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് ആയിട്ട് ഗ്ലിറ്റ് ലൈൻസ് ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് അത്ര നമുക്ക് ആവശ്യം വരുന്നില്ല. അതായത് നമുക്ക് ഇത് ഈസി ആയിട്ട് വരച്ചെടുക്കാവുന്ന ഒരു ഔട്ട്ലൈൻ തന്നെയാണ്. അതുകൊണ്ട് സാധാരണ പോലെ ഗ്ലിറ്റ് ലൈൻസ് ഇട്ടിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. പിന്നെ ഓരോരുത്തരും ചോദിക്കാറുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന പേപ്പർ ഏതാണ്, പെൻസിൽ ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ഐവറി A4 പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. 210 GS വരുന്ന പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഒരു പെൻസിൽ ആർട്ട്ലൈൻ്റെ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. പെൻസിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. ഇതിപ്പോൾ ക്യാമലിൻ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്തും ഏതൊരു ലൈറ്റായിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യുക. കാരണം ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ആ ഒരു കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യുക. പിന്നെ ഗ്ലിറ്റ് ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് ഒരുപാട് തെളിച്ച് വരയ്ക്കാണ്ട് ലൈറ്റിൽ വരച്ചാൽ മതി. നമുക്കതൊക്കെ മായ്ക്കാനുള്ള വരകളാണ്. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ വരയ്ക്കുക. പിന്നെ നിങ്ങൾ ഔട്ട്ലൈൻ പരമാവധി നല്ല രീതിയിൽ ചെയ്യുക. കാരണം നമുക്ക് ആ ഒരു ഡ്രോയിങ് നല്ല രീതിയിൽ നമുക്ക് വരച്ചെടുക്കണമെങ്കിൽ ഔട്ട്ലൈൻ നല്ല അടിപൊളിയായിട്ട് നമ്മൾ വരച്ചാൽ മാത്രമേ നമുക്കത് ആ ഡ്രോയിങ് നല്ല രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അത് നല്ല രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഞാൻ ഓരോ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നതാണ് ഞാൻ വീണ്ടും. അതുപോലെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ഒരു ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അവ ഓരോന്നും കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ.